ഇവിടെ ഒരു കാർഷിക സംസ്കാരം രൂപീകരിക്കും. പാലായിൽ നിന്നായിരിക്കും അതിന് തുടക്കം. കേരളം ആ കൃഷിയിലൂടെ രക്ഷപ്പെടുന്ന സാഹചര്യം അടുത്ത 5 വർഷത്തിനുള്ളിൽ കാണിച്ചാൽ അവർക്ക് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ അറിയത്തുള്ളൂ. ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. ടൂറിസവും കൃഷിയും കൊണ്ട് മാത്രം കേരളത്തിലെ ഒരു സ്വപ്നഭൂമിയാക്കി മാറ്റാൻ കഴിയും. അതിന് കേന്ദ്ര പദ്ധതികൾ ഉണ്ടാകണം. അല്ലാതെ ഈ സംസ്ഥാന സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ BJP ഭരിച്ചു വരണം. NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജിനൊപ്പമാണ് മീഡിയ മംഗളം ഇന്ന് യാത്ര ചെയ്യുന്നത്. ഷോൺ ജോർജിന്റെ വിവരങ്ങൾ, പാലയുടെ പൊതുവിവരങ്ങൾ നമുക്ക് ഷോൺ ജോർജിന് തന്നെ ചോദിക്കാം. ഇതാ സ്ഥാനാർത്ഥി വരുന്നത്. 70 വർഷക്കാലം ഈ നാട്ടിൽ ഉണ്ടാകാത്ത വികസനം അടുത്ത 5 വർഷക്കാലം നിങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ചെയ്തിരിക്കും. ഇത് നരേന്ദ്രമോദിയുടെ വാക്കാണ്, മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. പ്രചരണത്തിന്റെ ആവേശകരമായ കൊടുമുടിയാണ് ഞങ്ങൾ ഇവിടെ നേരിട്ട് കണ്ടത്. പാലയിൽ ഇപ്പൊ ഏത് മൂഡ്? പാലയിൽ ഇപ്പൊ BJP മൂഡ്, മോഡി മൂഡ്. പ്രചരണത്തിലുടനീളം ഷോൺ ഇതിനോടകം മുന്നേറിയെന്നും ആൾക്കാരുടെ പ്രകടനവും കാണുന്നുണ്ട്. പാലായിൽ യഥാർത്ഥത്തിൽ ത്രികോണ മത്സരമാണോ അതോ ഷോണിന്റെ ഷോയാണോ? അല്ല, ഇത് സ്വാഭാവികമായിട്ട് ഒരു മത്സരത്തിന്റെ ലഘുവായിട്ട് കാണുന്ന ഒരാളല്ലേ. വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് എനിക്ക് കിട്ടുന്ന പൾസ്. ഞാനൊരു ഇലക്ഷൻ ജീവിയാണ്. 5 ഇലക്ഷൻ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് ഗ്രൗണ്ടിൽ നിന്നും കിട്ടുന്നൊരു പൾസ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ ഇലക്ഷൻ്റെ അന്ന് വൈകുന്നേരം 6 മണി എന്ന സമയമില്ലാതെ 1 മിനിറ്റ് പോലും വിശ്രമിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. അതുകൊണ്ട് ഇലക്ഷനെ എപ്പോഴും മത്സരമായി തന്നെ കാണാനാണ് എനിക്ക്. അത് പറഞ്ഞതിന് കാരണം ഇവിടുത്തെ ചില പ്രതിയോഗികളെങ്കിലും ചില സ്ഥാനാർത്ഥികൾക്ക് ഇതിനോടകം പൊതു പരിപാടികൾ അവസാനിപ്പിച്ച് മറ്റു പരിപാടികളിലേക്ക്. ഷോൺ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലാണ്. അല്ല, എനിക്ക് നിർബന്ധ ബുദ്ധിയുള്ള കാര്യം, എൻ്റെ പാർട്ടി പോലും എന്നോട് പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമുണ്ട്. പരമാവധി ഈ ഒരു മാസമല്ലേ നമ്മൾ ജനങ്ങളെ കാണുന്നുള്ളൂ, നമ്മൾ അവരെ തേടി പോകുന്നുള്ളൂ. ബാക്കി 5 വർഷം അവർ നമ്മളെ തേടിയാണ് വരുന്നത്. ഈ ഒരു മാസം അവരെ കാണണം. അത് എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ അവരെ പോയി കാണും. എനിക്ക് സമയമുള്ളിടത്തോളം കാലം ഞാൻ അവരെ പോയി കാണും. അതെനിക്ക് നിർബന്ധമാണ്. എൻ്റെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് കയറിയാണ് ഞാൻ. 9000 വീട് കയറി 30 ദിവസം കൊണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് 20,000-ത്തിലധികം ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വാഹന പര്യടനമല്ല, ഇങ്ങനെ കാണുന്നത് 10-50,000 പേരെ കാണും. അതല്ലാതെ വ്യക്തിപരമായി 20,000 പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ആളുകൾ നമ്മളുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം ഉണ്ടല്ലോ, ആ ഒരു ആത്മബന്ധം, അതിലാണ് എനിക്ക് വിശ്വാസം. മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞാണ് കാര്യം, ഈ 5 കൊല്ലത്തിൽ നമ്മൾ അവരെ കാണാൻ പോകുന്നത് ഈ ഒരു മാസമല്ലേ. അവർ ബാക്കി 5 വർഷം നമ്മളെ വിളിക്കും, അല്ലെ നമ്മളെ സമീപിക്കുന്ന സാഹചര്യം. നമുക്ക് അവരുടെ വീടുകളിൽ പോയി അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ ഒരിക്കലും. നമുക്ക് ഈ ഒരു മാസം അവരെ കാണണം. അത് ഓരോ സ്ഥാനാർത്ഥിയുടെയും കടമയാണെന്ന് എൻ്റെ വിശ്വാസം. പാലയുടെ ജനങ്ങൾക്ക് ഷോൺ നൽകുന്ന ഒരു വാഗ്ദാനം എന്തായിരിക്കും? പാലയിലെ ജനങ്ങൾക്കല്ല, ഇത് കേരളത്തിലെ ഒരു കാർഷിക സംസ്കാരം തിരിച്ചു കൊണ്ടുവരണം. പാലയിലെ ജനങ്ങളുടെ മാത്രം വിഷയമല്ല. ഇനി കൃഷിയിലൂടെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മളെ പുച്ഛത്തോടു കൂടി, അതായത് ഒരു പുതിയ തലമുറയ്ക്ക് കൃഷിയിലൂടെ തന്നെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ചുമ്മാ പറയുന്നതല്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. 15 ഡിഗ്രി താഴെ തണുപ്പില്ലാത്ത, 40 ഡിഗ്രി കൂടുതൽ ചൂടില്ലാത്ത, ചുമ്മാ വിത്തെറിഞ്ഞാൽ എന്തെറിഞ്ഞാലും കിളുക്കുന്ന ഒരു പ്രദേശം, ഇതുപോലെ മഴയുള്ളൊരു പ്രദേശം, ഇതുപോലെ നല്ല മണ്ണുള്ള ഒരു സംസ്ഥാനം, ഒരു രാജ്യമില്ല. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ മരുഭൂമിയിൽ വെള്ളമില്ലാത്തടത്ത് കൃഷി ചെയ്ത് ലോകം മുഴുവൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കയറ്റിവിടുന്ന രാജ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ 1 സെന്റ് വസ്തു നമ്മൾ കൃഷി ചെയ്യാതിട്ടാൽ അത് ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇവിടെ ഒരു കാർഷിക സംസ്കാരം രൂപീകരിക്കും. പാലായിൽ നിന്നായിരിക്കും അതിന് തുടക്കം. കേരളം ആ കൃഷിയിലൂടെ രക്ഷപ്പെടുന്ന സാഹചര്യം അടുത്ത 5 വർഷത്തിനുള്ളിൽ കാണിച്ചാൽ. ഈ ഷോൺ അടക്കമുള്ള NDA സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റമാണോ പലരും ഇന്നും ഇന്നലെയൊക്കെ FCRAയുടെ പേരിൽ അടക്കം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്? അല്ല, വിവാദം അവരെപ്പോഴാണ് സൃഷ്ടിക്കാത്തത്? എല്ലാ കാലത്തും ഇവിടെ ഒന്നും ചെയ്യാതിരുന്നൊരു കോൺഗ്രസ്, ഒന്നിനും കൊള്ളുകലാത്തിരുന്ന കോൺഗ്രസ്, അവർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവര് വഖഫ് ഭേദഗതി വന്നപ്പോൾ അവർ വിവാദം സൃഷ്ടിച്ചു. അവര് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അവർ വിവാദം സൃഷ്ടിച്ചു. കാശ്മീർ ആർട്ടിക്കിൾ 370 എടുത്ത് കാണിച്ചപ്പോൾ അവർ വിവാദം സൃഷ്ടിച്ചു. അവർക്ക് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ അറിയത്തുള്ളൂ. ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. ഒരു കാര്യം തീർത്ത് പറയാം, ഈ FCRA നിയമം പരിഷ്കരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് വളരെ വ്യക്തമായ കാരണത്തിലാണ്. രാജ്യവിരുദ്ധ ശക്തികൾ FCRA അക്കൗണ്ടുകൾ വഴി, NGOs വഴി
ഈ നാട്ടിൽ വളരെ ശക്തമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കൊണ്ടുവരുന്നു. അതിനെ നിയന്ത്രിക്കേണ്ട, നിയമപരമായി നിയന്ത്രിക്കേണ്ട സാഹചര്യമുള്ളത് കൊണ്ട് തന്നെയും, അതും അടിയന്തര, എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല എങ്കിൽ പോലും അടിയന്തര പ്രാധാന്യമുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. ഞാൻ നോട്ട് നിരോധിച്ച സാഹചര്യം നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയാം. അതുപോലെ തന്നെ നേപ്പാൾ മാതൃകയിൽ ഇന്ത്യയിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾ ഇത്തരം ഫണ്ടിങ് വഴി അവരുടെ പണം എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇത് നിയന്ത്രിക്കേണ്ട സാഹചര്യമുള്ളതല്ലാതെ ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ ഓടിക്കൊണ്ട് FCR ഭേദഗതി നിയമം ഉണ്ടാക്കാൻ NDA ഗവൺമെന്റ് ഭ്രാന്തൊന്നുമല്ല. അതിന് കൃത്യമായ കാഴ്ചപ്പാട് ഞങ്ങൾ സംസാരിച്ചു. ഏതെങ്കിലും തരത്തിൽ ആകുലതകൾ ക്രൈസ്തവ സഭയ്ക്കോ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കോ എവിടെയെങ്കിലും ആകുലതകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ചർച്ചയിലൂടെ മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിയമം വരേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്രമൈസും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല BJP. അതിലൊരു കോംപ്രമൈസ് ഉണ്ടാകില്ല. പക്ഷെ ഒരു ന്യൂനപക്ഷ, ഇന്ന് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞു, അമിത്ഷാജി നേരിട്ട് അറിയിച്ചു, BJP സംസ്ഥാന നേതൃത്വത്തെ നേരിട്ട് ക്രൈസ്തവ രൂപത ബിഷപ്പുമാരോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന നിയമമല്ല, ഇത് രാജ്യരക്ഷയ്ക്ക് വേണ്ടി നിയമമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിനൊപ്പം അവർ നിൽക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മാത്രമല്ല, മടി കനിവെള്ളം പേടിച്ചാൽ പോരെ. ക്രൈസ്തവ സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും നല്ലതായിട്ട് അക്കൗണ്ടഡ് ആണ്. അവർ പേടിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത്. അല്ലാത്തവൻ പേടിക്കണം, അതാവശ്യം. സഭയ്ക്കോ സഭയുടെ വിശ്വാസികൾക്കോ ഒരു പ്രശ്നമുണ്ടായാൽ ഷോൺ ഉണ്ടാകുന്നൊരു ഉറപ്പാണോ ഇതിലൂടെ കൊടുക്കുന്നത്? അല്ല, ഞാൻ എന്നും പറയാറുണ്ട്, സഭാവിശ്വാസികൾ എന്നല്ല, ആർക്കും. അത് ഞങ്ങളൊക്കെ മുസ്ലിം വിരുദ്ധരാന്ന് പറഞ്ഞാൽ അവരൊരു പ്രശ്നമായിട്ട് വരട്ടെ, ഞാൻ ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്രൈസ്തവ സഭാ വിശ്വാസി എന്ന നിലയിൽ ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ CBCI മുതൽ എന്നെ ബന്ധപ്പെടാറുണ്ട്. അവർ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും CBCIയുമായിട്ട് ചർച്ച നടത്തുകയും അവർ ചോദിച്ച കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനാണ്. അപ്പൊ എനിക്ക് അത്തരം കാര്യങ്ങളിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സഭയോടൊപ്പം മാത്രമല്ല, എല്ലാവർക്കൊപ്പം ഞാനുണ്ടാവും. സഭ എന്നെ വിശ്വസിക്കുന്നു, എന്നെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സഭയോട് പാർട്ടിക്കും സഭയ്ക്കിടയിൽ ഒരു പാലമായി നിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഭരിക്കുന്ന കക്ഷിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും വരെ ഏറ്റവും അധികം അഴിമതി ആരോപണത്തിനെതിരെ പ്രതിരോധിച്ചതും പ്രയത്നിച്ചതും ഷോണാണ്. ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അതിനെന്ത് പ്രതികരണമാണ് കാണുന്നത്? ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്നുള്ളതാണ്. ഞാൻ ഏറ്റെടുത്തൊരു ദൗത്യം. മുഖ്യമന്ത്രിയുടെ മകൾ ഈ കേസിൽ പ്രതിയാണെന്ന് ഞാൻ പറഞ്ഞു. SFI അന്വേഷണം ആവശ്യപ്പെട്ടു. ആ SFI അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതി ചേർത്തുകൊണ്ട് എറണാകുളം സ്പെഷ്യൽ കോടതിയുടെ മുഖ്യമന്ത്രിയുടെ മകളെ 3ാം പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്തു. അതാണ് ഞാൻ ചെയ്ത കടമ. NDAയുടെ മറ്റ് സ്ഥലങ്ങളിലെ ഒരു മുന്നേറ്റത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? സത്യം പറഞ്ഞാല് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ, 1 മാസം മുമ്പ് വരെയുള്ള ഒരു ആക്ഷൻ ഇതായിരിക്കുള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ NDA വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന്, മുന്നേറ്റത്തോടുകൂടി നമുക്കൊരു ഈ ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് NDAയുടെ സീറ്റ് നില വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 86 നിയോജകമണ്ഡലങ്ങളിൽ NDA ഒരു നിർണായക ശക്തിയാണ്. ആ NDAയുടെ വിന്നിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത് 86 നിയോജകമണ്ഡലമാണ്. അത് സ്ഥാനാർത്ഥികൾ എത്ര വരുന്നു, എത്രമാത്രം നല്ലതായിട്ട് പ്ലേസ്ഡ് ആയി, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുമെങ്കിലും വലിയ നിയമസഭയിൽ ഒരു വലിയ സാന്നിധ്യമായിരിക്കും NDA എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ കോൺഗ്രസ് ഒരു ഡീൽ ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തറ, ഏറ്റുമാനൂർ പോലുള്ള മണ്ഡലങ്ങളിൽ താരതമ്യേന സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ പ്രയോഗിച്ചു എന്ന് പറഞ്ഞിട്ട്. ഏത് കാലത്താ കോൺഗ്രസ് പറയും BJP CPM-ന്റെ പിടിയിലാണ്, CPM പറയും CPM-ഉം കോൺഗ്രസ് പിടിയിലാണ്, BJP ഞങ്ങൾ പറയും ഇവർ NDA മുന്നണിയാണ്, അല്ലേ? ഇതിനകത്ത് ഞങ്ങൾ പറയുന്നല്ലേ ആകെ സത്യമുള്ളൂ. ഞങ്ങൾ പറയുന്നെന്താ, ഇവർ ഇന്ത്യ മുന്നണിയാണ് എന്ന് പറയുന്നതിനകത്ത് എന്താ സത്യം? കേരളം വിട്ടാൽ മുഴുവൻ സ്റ്റേറ്റിലും ഒരുമിച്ച് മത്സരിക്കുന്ന ഇവർ കേരളത്തിൽ വരും മാത്രമല്ല രണ്ടായിട്ട് നിർത്തുന്നത്. അത് BJP പ്രതിരോധിക്കാൻ, അല്ലാതെ മറ്റൊന്നുമില്ല. അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയേ, ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കൂടിയേ LDF-ഉം UDF-ഉം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയായിരിക്കും. മോദിയുടെ ഗ്യാരണ്ടി എങ്ങനെയായിരിക്കും ഈ കേരള തെരഞ്ഞെടുപ്പിലും പാലയിലെ മണ്ഡലങ്ങളോടും ഷോൺ വിവരിക്കുക? അല്ല, ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, കാർഷിക മേഖലയിൽ ഒരു വലിയ മുന്നേറ്റത്തിലൂടെ മാത്രമേ ഇനി കേരളത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇവിടെ വൻകിട ഫാക്ടറികള്, ഇത്തരം ഇൻഡസ്ട്രീസ് ഒന്നും നമ്മുടെ നാട്ടിൽ അത്ര പ്രായോഗികമല്ല. പക്ഷെ കേരളത്തിന്റെ കാലാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുന്ന നമുക്ക് കേരളത്തിന്റെ കാലാവസ്ഥയെ മാത്രം മാർക്കറ്റ് ചെയ്താൽ, ടൂറിസവും കൃഷിയും കൊണ്ട് മാത്രം കേരളത്തിലെ ഒരു സ്വപ്ന ഭൂമിയാക്കി മാറ്റാൻ കഴിയും. അതിന് കേന്ദ്ര പദ്ധതികൾ ഉണ്ടാകണം. അല്ലാതെ ഈ സംസ്ഥാന സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ BJP ഭരിച്ചു വരണം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, വലിയൊരു മുന്നേറ്റം നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ കഴിയും കാർഷിക മേഖലയിൽ. അത് എൻ്റെ ഒരു സ്വപ്നമാണ്. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യും.
ഈ റബ്ബർ വില പാലയുടെ ഒരു വികാരമാണ്. റബ്ബർ വിലയുടെ കാര്യത്തിൽ ഷോൺ എന്താണ് പറയാനുള്ളത്? ഒരു തരത്തിലും റബ്ബറിന്റെ വില കൊണ്ട് ഇനി മാന്യമായി ജീവിക്കാൻ റബ്ബർ കർഷകനാവില്ല. കാരണം 91-ലും 98-ലും കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ട ആസിയാൻ കരാർ വഴി ഇവിടുത്തെ ഇറക്കുമതിയെ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ 163 രാജ്യങ്ങൾ ഒപ്പിട്ട കരാറാണ്. അന്ന് ഇവിടുത്തെ ടയർ കമ്പനികളുടെ നിന്ന് കാശ് മേടിച്ച് കോൺഗ്രസ് ചെയ്ത പാതകമാണ് ഇന്ന് ഈ റബ്ബർ കർഷകർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് റബ്ബർ കർഷകർക്ക് അതിന്റെ എല്ലാ വർഷവും 250 രൂപ കൊടുക്കാം, 300 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും റബ്ബറിന് ഇന്നത്തെ സാഹചര്യത്തിൽ 300 രൂപ കിട്ടിയാൽ പോലും മുതലാകുന്ന സാഹചര്യമല്ല. മറ്റ് കൃഷികളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം. SDP-യുടെ പിന്തുണ പുതിയതായി കേരളത്തിൽ ഒരു വിവാദമായി വന്നിട്ടുണ്ട്. ഇരു കക്ഷികളും മാറി മാറി ആരോപിക്കുന്നത് UDF CPM-ന്റെ പേരിലും CPM UDF-ന്റെ പേരിലും ആരോപിക്കുന്നു. ഷോൺ ഈ കാര്യത്തെ എങ്ങനെ കാണിക്കുന്നു? അല്ല, ഇവിടെ തന്റെ ഇടത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെ ഉൾപ്പെടെ ഒരു രാജ്യവിരുദ്ധ ശക്തികളുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ ആകെ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. അത് BJP പറയുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും ഇതിനു മുമ്പ് മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ അത്തരം കക്ഷികൾ ഒളിച്ചു തരില്ല, ഞങ്ങളുടെ പിന്തുണ പരസ്യമായിട്ടാണെങ്കിൽ മാത്രമേ തരുള്ളൂ എന്ന് പറയുമ്പോ അതും കേൾക്കേണ്ട ഗതികേടിലേക്ക് LDF UDF എത്തിയിരിക്കുന്നു. കേരള കോൺഗ്രസ് അധികാരിയുടെ മക്കളാണ് പാലയിൽ ഏറ്റുമുട്ടുന്നത്. പഴയ ഒരു ചരിത്രം അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഒരു ലെഗസി എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നത്? ആ കാലഘട്ടം കഴിയുപോയി. കേരള കോൺഗ്രസിലെ ലെഗസി ഒന്നുമില്ല. ഞാനൊക്കെ കേരള കോൺഗ്രസ് വിട്ടതിന് ശേഷം അന്ന് ഞാൻ കേരള കോൺഗ്രസ് ഉള്ള കാലത്ത് തന്നെ ഇതിന്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും ആ കേരള കോൺഗ്രസിന്റെ ലെഗസി പറഞ്ഞുകൊണ്ട് നടക്കാന്നുള്ളൂ. എന്റെ ഉപ്പുപ്പായ്ക്ക് ആനയുണ്ടായിരുന്നു എന്ന് പറയാം എന്നല്ലാതെ കേരള കോൺഗ്രസിന്റെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഒരു തൂക്ക് മന്ത്രിസഭ വന്നാൽ ഷോൺ ആർക്കൊപ്പമായിരിക്കും നിലപാടെടുക്കുക? എന്റെ പാർട്ടിക്കൊപ്പം. തൂക്ക് മന്ത്രിസഭ അല്ല, ഒരു വോട്ടിന്റെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ നിന്നാൽ പോലും എന്റെ പാർട്ടി എന്നോട് എന്തു പറയുന്നോ അതായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് സംശയം. അപ്പൊ എല്ലാവിധ വിജയാശംസകളും. തിങ്ങിക്കൂടുന്ന ആളുകളും ഇതെല്ലാം വോട്ടായി മാറട്ടെ. നിയമസഭയിൽ ഷോണിനെ സത്യപ്രതിജ്ഞയ്ക്ക് കാണാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.